ത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, റോമൻസ് 2:10 പറയുന്നു, but there will be glory and honor and peace from God for all who do good, for the Jew first and also for the Gentile. 11 പറയുന്നു, for God does not show favoritism. ഹല്ലേലൂയ. റോമൻസ് 2:10-11 വാക്യങ്ങള്. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും നന്മ പ്രവർത്തിക്കുന്ന ഏവർക്കും നന്മ, സമാധാനം, ബഹുമാനം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ്, നന്മ, സമാധാനം, ബഹുമാനം. ഹല്ലേലൂയ. ഗ്ലോറി, ഓണർ ആൻഡ് പീസ്. ഹല്ലേലൂയ. ഇത് എവിടെ നിന്നാ വരുന്നത്? ദൈവത്തിൽ നിന്ന്. അപ്പം നന്മ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും, നന്മയോടെ ജീവിക്കുന്നവർക്ക്, നീതിയോടെ നമ്മളെ ദൈവം നീതീകരിച്ചിരിക്കുന്ന, അപ്പം ഈ നീതി പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ നീതി നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിശുദ്ധിക്കകത്ത് നമ്മൾ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പറയുന്നു, നല്ലതായി ചെയ്ത് നമ്മളെല്ലാം കർത്താവിനെന്ന് പോലെ ചെയ്യാനെന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്തു വരുമ്പോ തിരുവചനം ഉറപ്പായിട്ട് നമ്മളോട് പറയുന്നു, അങ്ങനെ ചെയ്യുന്നവർക്ക് നന്മ, ബഹുമാനം, സമാധാനം. ഹല്ലേലൂയ. ശത്രുക്കളിൽ നിന്ന് സമാധാനം ഉറപ്പായിട്ടും ലഭിക്കും. സാഹചര്യങ്ങൾക്കകത്ത് സമാധാനം ലഭിക്കും. ഏതൊരവസ്ഥയ്ക്കകത്തും സ്വസ്ഥത ലഭിക്കും. കർത്താവിന്റെ വചനം അവിടെ പറയുന്നു, അവിടെ ആ വ്യക്തിക്ക് ബഹുമാനം ഉണ്ടാകും, മഹത്വം ഉണ്ടാകും. സ്തോത്രം. മറ്റുള്ളവരെ മാനിക്കും. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നിട്ട് ഗ്ലോറിയില് പൊതിയും. ഹല്ലേലൂയ. എന്ന ആ ഒരു കാര്യം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം, നമ്മളെ ധൈര്യപ്പെടുത്തണം. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിന് ആരോടും മോഹപക്ഷമില്ല, ആരോടും ഫേവറിറ്റിസം ഇല്ല. 11 വാക്യം എന്ന് പറഞ്ഞ് 11. ദൈവത്തിന്റെ പക്കൽ മോഹപക്ഷമില്ലല്ലോ. ദൈവത്തിന്റെ പക്കൽ മോഹപക്ഷമില്ലല്ലോ. God does not show favoritism. ദൈവം ആരോടും നീ കൊള്ളാം, നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആരെയും മാറ്റി നിർത്താല്ല. ഓഫ്കോഴ്സ് ദൈവത്തിന് മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. നമ്മൾ എപ്പോഴും പ്രയത്നിക്കേണ്ടത് നമ്മൾ പ്രിയ മക്കളാകാൻ വേണ്ടിയാ. നമ്മുടെ പ്രയത്നങ്ങൾ എന്തോ കൊടുത്തതും കൊണ്ടല്ല, കുറെ നിയമങ്ങള് ഞാൻ അക്ഷരത്തിൽ പാലിച്ചതും കൊണ്ടല്ല, പക്ഷെ വിശ്വാസത്താൽ. റോമൻസ് 4-നകത്ത് റോമൻസ് 4:13 വാക്യം ഇങ്ങനെ പറയുന്നു, ഇറ്റ് കംസ് ഫ്രം എ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് God that comes by faith. A right relationship with God that comes by faith. എന്ന് വായിച്ചു 13. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദാനം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല അവര് ലോകത്തിനെ മൊത്തം ലോകം മൊത്തം അവരുടെ അവകാശമായി തീരും എന്ന് അവര് നിയമപ്രകാരമല്ല അവര് നേടിയെടുത്തത്. പക്ഷെയോ വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിലൂടെ ദൈവവുമായിട്ട് നീതി പുലർത്തിയത് കൊണ്ട്, വിശ്വാസത്താൽ ദൈവവുമായിട്ട് നേരായ ഒരു ജീവിതം നയിച്ചത് കൊണ്ട്, എന്ത് വന്നാലും ഏത് വന്നാലും എനിക്ക് യേശു മാത്രമേ ഉള്ളൂ, എനിക്ക് യേശു മാത്രം മതി എന്ന് ഉള്ള ആ ഒരു ജീവിതം ജീവിച്ചത് കൊണ്ട്. അന്ന് അബ്രഹാമിന് യേശു പ്രത്യക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു, പക്ഷെ അബ്രഹാം കാത്തിരുന്നു, അല്ലെ? ഒരു കാത്തിരിപ്പുണ്ട്. പുതിയ നിയമത്തിനകത്ത് പറയുന്ന ആ കാത്തിരുന്ന പരിശുദ്ധാത്മാവായ ദാനത്തിനെ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചു. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവര്. ഹല്ലേലൂയ. ഈ ഒരു വാഗ്ദത്തത്തിന് വേണ്ടിയായിരുന്നു അബ്രഹാം കാത്തിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം കർത്താവിന്റെ വചനം പറയുന്നു, ദൈവമായിട്ട് നീതി പുലർത്തുന്നത് നമ്മളുടെ കർത്താവുമായിട്ടുള്ളൊരു നല്ല ബന്ധത്തിലൂടെയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത വണ്ണം, ചെവി കേട്ടിട്ടില്ലാത്ത വണ്ണം, മനുഷ്യരുടെ ഹൃദയത്തിനകത്ത് തോന്നിയിട്ടില്ലാത്ത വണ്ണം നന്മകൾ ചെയ്യുന്നത്. പലവർക്കും അലർജിയാ യേശുവിനെ പ്രാർത്ഥിക്കാനൊക്കെ, അല്ലെ? യേശുവിന്റെ നാമം കേൾക്കുന്നിടത്ത് ഭയങ്കര ബുദ്ധിമുട്ടാ. പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, പലവരും ക്രൈസ്തവ കുടുംബങ്ങളിൽ വളരുന്നവര് പോലുമാ അവർക്ക് ക്രിസ്തുവിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ആര് വിട്ടുകൊടുത്ത്
എനിക്ക് ഈ യേശു മതി, അല്ലെങ്കിൽ എനിക്ക് ദൈവവുമായിട്ട്, എനിക്ക് ഈ കർത്താവുമായിട്ട് എനിക്കൊരു ബന്ധം വേണം. അല്ലെ, അബ്രഹാമിനെ നോക്കിക്കേ, എന്തൊക്കെ കഷ്ടപ്പാട് വന്നിട്ടും ഏതൊക്കെ വിധേനെ പരീക്ഷിക്കപ്പെട്ടിട്ടും ഈ ദൈവം മതി എന്ന് പറഞ്ഞ് നിന്ന ഒരുവന്. അല്ലെ, നമ്മൾ പുതിയ നിയമത്തിനകത്ത് വരുമ്പോ നമ്മള് സക്കിയോസിനെ കാണുന്നുണ്ട്. സക്കിയോസിന് എന്ത് കഷ്ടപ്പാട് വന്നിട്ടുണ്ട്. സക്കിയോസിന്റെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. എന്നുവെച്ചാൽ ആളിൽ കുറുകിയവൻ, അവന് സാധാരണക്കാരെ പോലെ അവിടെ നിന്ന് അവന് എല്ലാരെയും വരുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നു, അവന്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹം വന്നപ്പം അവനൊരു മരത്തിന്റെ മേളിൽ കയറി, അതിന്റെ കൊമ്പയിൽ കയറി ഇരുന്നിട്ട് കർത്താവ് വരുന്ന ആ കാലൊച്ച കേട്ടിട്ട് കർത്താവ് വരുന്നത് അവൻ ശ്രദ്ധിച്ച് അവന് അവിടെ കാത്ത് ഇരിക്കുന്ന ഒരു രംഗമാ നമ്മൾ കാണുന്നത്. സ്തോത്രം. പക്ഷെ അവൻ വരും. യേശു അവിടെ വന്നപ്പോ യേശു ഹൃദയങ്ങളെ അറിയുന്നവനായതുകൊണ്ട്, സ്തോത്രം, ആ പട്ടണത്തിൽ വന്നപ്പം വേറെ ആരെയും വിളിച്ചിറക്കി കൊണ്ടുവന്നില്ല. പക്ഷെ സക്കിയോസിനെ മാത്രം നമ്മൾ കാണുന്ന എത്ര സ്നേഹത്തോടെ സക്കിയോസിനോട് ഇടപെടുന്നല്ലേ. അപ്പൊ നമ്മൾ ഈ വചനം, നമ്മൾ കേട്ട വചനം എന്താ വചനം പറഞ്ഞത്? റോമൻസ് 2 പറഞ്ഞു, but there will be glory and honor and peace from God for all who do good. എന്നിട്ട് പറഞ്ഞു, for God does not show favoritism. ദൈവം മോഹപക്ഷം ഇല്ലാതെ സ്നേഹിക്കുന്നവനാ, ദൈവം മോഹപക്ഷം ഇല്ലാതെ ഇടപെടുന്നവനാ. ഹല്ലേലൂയ. അപ്പം കർത്താവ് ആരോടും ഒരു മോഹപക്ഷവും കാണിക്കുന്നില്ല, ഒരു ഫേവറിറ്റിസവും കാണിച്ചില്ല. പക്ഷെ ആ പട്ടണത്തിൽ വന്നപ്പം അതിനകത്ത് ഏറ്റവും നീചനായവനെ തപ്പിയെടുത്തിട്ട് അവനോട് സ്നേഹം കാണിച്ച് അവനെ തിരിക്കുന്നത് നമ്മൾ കാണുന്നല്ലേ. ദൈവത്തിന് എത്ര കരുണയുണ്ട്, യേശുവിന് എത്ര സ്നേഹമുണ്ട്. ഏറ്റവും മോശമായവനെ തപ്പിയെടുത്തിട്ട് ഹല്ലേലൂയ അവനോട് പറയാ, നീ ഇറങ്ങി വന്നേ സക്കിയോസെ, ഞാൻ നിന്റെ വീട്ടിലാ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ നിന്റെ ഭവനത്തിലാ ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം യേശുവിന് ഒരു ആത്മാവിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എത്ര നീചമായവരാണെങ്കിലും യേശുവിന് അവരുടെ ജീവിതത്തിനകത്ത് ഇടപെടാൻ പറ്റും. എവിടെ? അവരൊന്ന് വിട്ടുകൊടുക്കുന്നിടത്തല്ലേ. അപ്പം കർത്താവിന്റെ ആ വചനം, ദൈവത്തിന്റെ വചനം, ഹി ഡസ് നോട്ട് ഷോ ഫേവറിറ്റിസം, അല്ലെങ്കിൽ ദൈവം ആരോടും മോഹപക്ഷം കാണിക്കാതെ വരുന്നത് എവിടാ വരുന്നത്? when we have a right relationship with God. സക്കിയോസിന് ഒരു ആഗ്രഹം വന്നു, എനിക്ക് ദൈവവുമായിട്ട് ഇനി ഒരു ബന്ധം വേണം, അല്ലെ. അവനൊരു ആഗ്രഹം വന്നു. അതാ അവനവിടെ പറയുന്നത്, കർത്താവെ, ഞാൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടി ഞാൻ മടക്കി കൊടുക്കാം. എന്താ? അവന് ദൈവവുമായിട്ട് ഒരു നല്ല ഒരു ബന്ധം ഉണ്ടാക്കണം എന്ന് അവന്റെ അകത്ത് ആഗ്രഹം വന്നു. മറ്റുള്ളവരൊന്നും അങ്ങനെ ആഗ്രഹം വന്നില്ലെന്നല്ല, പക്ഷെ മറ്റുള്ളവരൊക്കെ നിന്നത് ഒരു അത്ഭുതം കിട്ടാൻ വേണ്ടിയായിരുന്നു. സക്കിയോസ് മാത്രമേ ഉള്ളായിരുന്നു അവന് യോഗ്യതയില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അവൻ മാറി നിന്നതായിരിക്കും, അല്ലെങ്കിൽ അവൻ അതിലെ ആളിൽ കുറുകിയതായത് കൊണ്ട് അവന് ദൂരേന്ന് വൃത്തിയായിട്ട് യേശുവിനെ കാണാനായിരിക്കും. എന്താണെങ്കിലും അവന്റെ അകത്ത് ഉറപ്പായിട്ടും അവന്റെ അകത്ത് ഞാൻ കൊള്ളത്തില്ല എന്നുള്ളൊരു ചിന്ത കിടക്കുന്നവനായിരുന്നായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. എന്നുവെച്ചാൽ വചനം അവിടെ പറയുന്നു, അതിന്റെ 19 ലൂക്കാ സുവിശേഷം 19 ഇങ്ങനെ പറയുന്നു, 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, Zacchaeus quickly climbed down and took Jesus to his house in great excitement and joy. കണ്ടോ? He took him to his house in great excitement and joy. അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അവന് ഒട്ടും ചിന്തിച്ചു പോലുമില്ല ഈ നല്ല വിശുദ്ധനായ ദൈവം, ഈ നല്ല കർത്താവ് അവനെ തെരഞ്ഞെടുക്കുമെന്ന്. സ്തോത്രം. കർത്താവ് എന്തോ അവിടെ നോക്കിയത്? അവന്റെ ആ ഹൃദയമാണ് നോക്കിയത്. അവന് ആ വിട്ടുകൊടുക്കാൻ, അവന് ഒന്ന് മാറണം എന്നുള്ള ആഗ്രഹം, അല്ലെ. അപ്പൊ നമ്മൾ പലപ്പോഴും ദൈവത്തിലേക്ക് വരുമ്പം, മനുഷ്യര് ദൈവത്തിലേക്ക് വരുമ്പം അവർക്ക് അവരുടെ ആ ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ മാറ്റിവെക്കാൻ ബുദ്ധിമുട്ടാ. പക്ഷെ എവിടെ മാറ്റിവെക്കുന്നോ, എവിടെ വിട്ടുകൊടുക്കുന്നോ, യേശുവിന് ഇടപെടാനും സാധിക്കും. ഹല്ലേലൂയ. ദൈവം എല്ലാവരുടെയും ഹൃദയങ്ങളെ ആരായുന്ന കർത്താവ്, എല്ലാ ചിന്തകളെയും അറിയുന്ന നല്ല ദൈവമാ. സ്തോത്രം. ജനം മൊത്തം ഇഷ്ടക്കേട് കാണിച്ചു. വചനം വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, ബട്ട് എവ്രി വൺ വാസ് ഡിസ്പ്ലീസ്ഡ് എന്ന് പറയുന്നു. ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഈ യേശു പറഞ്ഞ ഈ ഒരു കാര്യം കൊണ്ട്. എന്താ? നിന്റെ വീട്ടിലാ ഞാൻ ഇന്ന് വന്ന് ഗസ്റ്റ് ആയിട്ട് വരുന്നേ എന്ന് യേശു പറഞ്ഞത് ആൾക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല.
പക്ഷെയോ ഹല്ലേലൂയ, മനുഷ്യന്റെ ഹൃദയത്തെ അറിയുന്ന കർത്താവിന് അവന്റെ ഹൃദയത്തിനെ തിരിച്ചറിയാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പത്രോസിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ പത്രോസിന്റെ ഹൃദയത്തിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ദൈവമായിരുന്നു യേശു. ഹല്ലേലൂയ. പത്രോസ് തള്ളിക്കളഞ്ഞെങ്കിലും പത്രോസിന്റെ അന്നേരത്തെ അവസ്ഥയിലായിരുന്നു പത്രോസിന് മാനസാന്തരം ഉണ്ടായി എന്ന് യേശുവിന് അറിയാമായിരുന്നു അല്ലേ. അതാ വന്നിട്ട് ദൈവത്തിന്റെ ആ വലിയ പദ്ധതിക്ക് വേറെ ആരെ വേണേലും കർത്താവിന് എടുക്കാമായിരുന്നു. ആ ശിഷ്യന്മാരെ നയിക്കാൻ വേണ്ടിയും ഒക്കെ യോഹന്നാനെ എടുക്കാമായിരുന്നു, ബർത്തമിനെ എടുക്കാമായിരുന്നു, ആരെ വേണേലും കർത്താവിന് എടുക്കാമായിരുന്നു അല്ലെ. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇച്ചിരി പ്രായമുള്ളത് തോമസ് ആയിരുന്നു. അവരെയൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ യേശു അങ്ങനെയൊന്നും ചെയ്യാതെ ഹല്ലേലൂയ, ഹൃദയത്തിനെ അറിഞ്ഞവൻ ഹല്ലേലൂയ ചെന്നിട്ട് പത്രോസിന്റെ അരികിൽ ചെന്നിട്ട് പറയുക, പത്രോസേ, നീ ഇവരെക്കാട്ടിലും ഒക്കെ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ സ്നേഹമാണ് കർത്താവ് നോക്കുന്നത്. ഈ ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധം പുലർത്തുന്നതാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ യാക്കോബിനെ കാണുന്നു. നമ്മുടെ ബൈബിളിനകത്ത് മൊത്തം ഉദാഹരണങ്ങൾ എടുത്താൽ എല്ലാം ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവവുമായിട്ട് നീതി പുലർത്തുന്ന ആ ഒരു ബന്ധത്തിൽ നിന്ന് സ്തോത്രം സകല നന്മയും ഉണ്ടായി വരുന്നത്. ഹല്ലേലൂയ. ദൈവവുമായിട്ട് നീതി പുലർത്താൻ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ മസിൽ പിടിച്ചിരിക്കുന്ന ഏരിയ ഉണ്ടോ? ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒക്കെ വിട്ടുകൊടുക്കാതിരിക്കുന്ന ഏരിയ ഉണ്ടോ? നമ്മൾ യാക്കോബിനെ കാണുന്നല്ലേ. യാക്കോബിനെ ദൈവത്തിന് ഇഷ്ടമുള്ളവനെ പോലെ ആക്കി എടുക്കണമെങ്കിൽ യാക്കോബിനെ ഒരു പ്രോസസ്സിലൂടെ ദൈവം കടത്തി വിട്ടു കഴിഞ്ഞപ്പം നമ്മൾ കാണുന്നു, തുടക്കത്തിൽ ആരോടും ചോദിക്കാതെ ഇറങ്ങി ഓടിപ്പോയ യാക്കോബ് അല്ലയ മടങ്ങി വരുമ്പോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മള് ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം അതിന്റെ തിരുവചനം നമ്മൾ വായിച്ചു വരുമ്പോൾ സ്തോത്രം യാക്കോബ് കിടന്നുറങ്ങുന്നിടത്ത് ദൈവം വന്നിട്ട് യാക്കോബിനോട് പറയുക, യാക്കോബെ നീ ഇനി ഇറങ്ങ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ വന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം 30 ആ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും. 30-31 ഭാഗങ്ങളൊക്കെ. ഹല്ലേലൂയ. യാക്കോബിനോട് ദൈവം പറയുക, യാക്കോബെ നീ ഇറങ്ങുമ്പം അവിടെ എന്താ ദൈവം ഇടപെടാൻ കാരണം? യാക്കോബിന്റെ ഹൃദയം ദൈവത്തിനോട് ചേർന്നു, കർത്താവിനോട് ചേർന്നു. ഹല്ലേലൂയ. നല്ല നടപ്പിലേക്ക് വന്നു. സ്തോത്രം. ഇന്ന് ദൈവം നോക്കുന്നത് നമ്മുടെ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കുറെ പ്രവൃത്തികളല്ല, പക്ഷെ നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മൾ കാഴ്ചവെക്കുന്നത് ദൈവവുമായിട്ടുള്ള നീതി ജീവിതമാണോ എന്ന കർത്താവ് നോക്കുന്നത്. ഇന്ന് നമുക്ക് മനുഷ്യരുടെയൊക്കെ കണ്ണിനെ അടയ്ക്കാം, മനുഷ്യരെയൊക്കെ നമുക്ക് പറ്റിക്കാം, പക്ഷെ പറ്റിക്കാൻ പറ്റാത്ത ഒരുവൻ ദൈവം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ മാത്രമേ നമുക്ക് പറ്റിക്കാൻ പറ്റാതെ ഉള്ളൂ. ഹല്ലേലൂയ. സകലതും കാണുന്നത്, സകലതും തിരിച്ചറിയുന്ന ഒരു നല്ല ദൈവം. പലവർക്കും കർത്താവിനോട് പറ്റിച്ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകുന്ന അവര് ലോകത്തിനെ നോക്കിയിട്ട് ആ ലോകത്തിന്റെ അവസ്ഥ കണ്ടിട്ട് അവര് പറയും, അവരും ഇവരും ഒക്കെ അങ്ങനെ ഇങ്ങനെയല്ലേ. ഹല്ലേലൂയ. എന്നിട്ട് അവര് ദൈവത്തിനോട് നീതി പുലർത്താൻ അവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഉള്ള ഒരു ബന്ധത്തിലേക്ക് അവർക്ക് കയറാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ലോകത്തിനെ നോക്കിയാൽ നമുക്ക് യേശുവിനെ കിട്ടത്തില്ല. സ്തോത്രം. നമ്മളുടെ അകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മൾ ഉണർത്തി എടുക്കണം. ഹല്ലേലൂയ. ഈ ഉണർത്തി എടുക്കുമ്പോഴാണ് നമുക്കൊരു നല്ല ഒരു വിശുദ്ധ ജീവിതത്തിനകത്തേക്ക് കയറാൻ സാധിക്കുന്നത്. സഖ്യോസിന് അതിന് താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമം പഠിച്ചു വരുമ്പോ നമ്മള് പൗലോസ് പോലും നമ്മൾ കാണുന്നുണ്ട് മസില് പിടിച്ചിട്ട് പിന്നെ ദൈവം ത്തിന്റെ ആ ഇടപെടലുണ്ടായി, കണ്ണിന് കാഴ്ചയില്ലാതെ വന്ന് പിന്നെയാണ് ആ ഒരു ആത്മീയ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മൾ കുറേ കഥാപാത്രങ്ങളെ പുതിയ നിയമത്തിനകത്തൊക്കെ നോക്കി വരുമ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിയാണ് സഖ്യോസ്. എന്നുവെച്ചാൽ ഏറ്റവും നീച പ്രവൃത്തി അവൻ ആ പട്ടണത്തിൽ ചെയ്തുകൊണ്ടിരിക്കും.
എടുത്തോണ്ടിരുന്നവന്, എല്ലാവരുടെയും പണം എടുത്തോണ്ടിരുന്ന. ഇന്നൊക്കെ നമ്മൾ നോക്കിയാൽ ചിലവർ ചിട്ടി വെച്ചൊക്കെ പൈസ ഉണ്ടാക്കത്തില്ലേ, അതിലും അതേപോലത്തെ ഒരു പരിപാടി ഇയാളും ചെയ്തുകൊണ്ടിരുന്ന. കരം പിരിക്കലായിരുന്നു ജോലി. ഹല്ലേലൂയ. ഇന്ന് പലവരെ കണ്ടിട്ടില്ലേ, കമന്ന് വീണാൽ 10 പൈസയും കൊണ്ടേ അവർ പൊങ്ങി വരത്തുള്ളൂ. അതേപോലത്തെ ഒരു വ്യക്തിയായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ പണം ഉണ്ടാക്കിയാൽ മതി. അപ്പം അതിനകത്ത് ദൈവവുമില്ല, അതിനകത്ത് ഒന്നുമില്ല. എങ്ങനെങ്കിലും ഒക്കെ ആ നന്മ അനുഭവിച്ചാൽ മാത്രം മതി. പക്ഷെ നമ്മൾ കാണുന്നു, ഹല്ലേലൂയ, യേശുവിന്റെ കാലൊച്ച ആ പട്ടണത്തിൽ കേട്ടപ്പോഴത്തേക്ക് ഇയാളുടെ അകത്ത് ഒരു മാനസാന്തരം ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. ഇയാൾ വന്നിട്ട് ആ മരത്തിന്റെ കൊമ്പിൽ കയറിയിരുന്നത്, എനിക്ക് തോന്നുന്നു പലവരും പ്രാർത്ഥനയ്ക്കൊക്കെ കയറുമ്പോൾ അവർ പറയത്തില്ല, അവർ ആഗ്രഹിക്കത്തില്ലേ, എൻ്റെ പേരൊന്ന് വിളിച്ചിരുന്നെങ്കിൽ, എന്നോടൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ, എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. ഈ ആഗ്രഹത്തോടെ ആയിരിക്കാം ഹല്ലേലൂയ ഈ മനുഷ്യൻ ആ അത്തിമരത്തിന്റെ മേളിൽ കയറിയിരുന്നത്, ആ അത്തിക്കൊമ്പിന്റെ മേളിൽ കയറിയിരുന്നത്. പക്ഷെ അയാൾ കയറിയിരുന്നപ്പം അയാളുടെ ഹൃദയം യേശു കണ്ടു. ഹല്ലേലൂയ. ഇന്ന് ഹൃദയങ്ങളെ അറിയുന്ന നല്ല കർത്താവ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും ശുദ്ധിയുള്ളത് നമ്മുടെ ഹൃദയമായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് പറഞ്ഞേ, കർത്താവെ, എൻ്റെ ഹൃദയത്തിനകത്ത് കയറി ഒന്ന് ഈ ഹൃദയത്തിനെ ഒന്ന് ശുദ്ധമുള്ളതാക്കി തീർക്കണം. കർത്താവ് നോക്കുന്ന ഈ നീതിബന്ധം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉയരുന്ന ചിന്തകളിൽ നിന്ന്. ഇത് നമ്മുടെ ഹൃദയങ്ങളെ ഏറ്റവും ശുദ്ധമാക്കണമെങ്കിൽ ദൈവവചനം കൊണ്ട് ഹൃദയത്തിനെ അങ്ങ് നിറച്ചാൽ മതി. എത്രയധികം ദൈവവചനമുണ്ടോ, അതാ കർത്താവ് പറയുന്നേ അല്ലേ, ദ സീഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനമായ വിത്ത് ചില നിലത്ത് വീണു, നല്ല നിലത്ത് വീണു, അത് മുള്ളുള്ള നിലത്ത് വീണു, പാറപ്പുറത്ത് വീണു, അല്ലേ? അപ്പൊ നല്ല നിലത്ത് വീഴുമ്പം ഈ വചനമായ വിത്തിനെ എടുത്ത് ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് എല്ലായിടത്തും തിക്കിപ്പാർത്ത് അങ്ങ് ഇട്ടുകൊടുത്താൽ മതി ദൈവവചനം. ഹല്ലേലൂയ. ദൈവവചനം എടുത്തിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും അന്തരങ്ങളില് ഹല്ലേലൂയ അതിനെ ഇട്ട് അതിനെ അവിടെ കിളിപ്പിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ വെള്ളം വന്ന് ഈ വിത്തിന്റെ മേല്, ഈ വിത്തായ വചനത്തിന്റെ മേലിൽ വന്ന് വീഴുമ്പോൾ, സ്തോത്രം, ഈ വിത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് വളർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഇത് വളർന്ന് 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 ഇത് ഫലം കായ്ക്കും. ഹല്ലേലൂയ. സക്കിയോസും മറ്റുള്ളവരും ഒക്കെ യേശുവിന്റെ ആ വചനം കേട്ട്, സ്തോത്രം, നമ്മൾ അബ്രഹാമിനെയൊക്കെ നോക്കിയാൽ ദൈവം അബ്രഹാമിനോട് നേരിട്ട് സംസാരിച്ച്, ഹല്ലേലൂയ, അപ്പം ദൈവത്തിന്റെ വിത്ത്, ദൈവത്തിന്റെ വായിൽ നിന്നുള്ള വചനം ഹല്ലേലൂയ അബ്രഹാമിന്റെയും ഹൃദയത്തിനകത്ത് വീണ് ഇതെന്ത് സംഭവിച്ചു? ഇത് നാളുകള് ഇത് വളർന്ന് പന്തലിച്ച് അത് ഫലമായി തീർന്നു. സ്തോത്രം. ഇന്ന് ജീവിതങ്ങൾക്കകത്തൊക്കെ, ഇന്ന് വീടുകൾക്കകത്തൊക്കെ ആരെങ്കിലും ഒക്കെ ക്രിസ്തുവിലോട്ടൊക്കെ വരാതെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ അവരോടൊക്കെ ഇടപെടുമ്പോഴൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം അവർക്ക് ഇട്ടുകൊടുക്കണം. സ്തോത്രം. ഈ വിത്ത് ഉറപ്പായിട്ടും ചെന്ന് വീണിട്ട് അത് അതിന്റെ ക്രിയ ചെയ്യും. ഹല്ലേലൂയ. ഏതെങ്കിലും സമയത്ത് ആ രൂപാന്തരം ഉണ്ടാക്കിക്കൊണ്ടിരും, നല്ല ഫലം കായ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിയമങ്ങൾ പാലിച്ചത് കൊണ്ടല്ല, സ്തോത്രം, നല്ല ഫലം പുറത്തു വരുന്നേ, പക്ഷെ ക്രിസ്തുവുമായിട്ട് നീതി പുലർത്തുന്നതും കൊണ്ട് നല്ല ഫലം പുറത്തു വരുന്നേ. നീതി പുലർത്തുന്നതും കൊണ്ട് നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ നല്ല ഫലം കാഴ്ചവെക്കുവാൻ. ഹല്ലേലൂയ. ദൈവവുമായിട്ട് നീതി പുലർത്തി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവുമായിട്ട് ആ റൈറ്റ് റിലേഷൻഷിപ്പിൽ വരുന്ന ഓരോരുത്തരെയും ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. നിയമം പാലിച്ചത് കൊണ്ടല്ല, പക്ഷെ ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധം ഹല്ലേലൂയ പുലർത്തിയത് കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ പക്കൽ ആര് വന്നിട്ട് ഒരു നല്ല ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് അവരെ അനുഗ്രഹിക്കാനും കൈപിടിച്ച് നടത്താനും മതിയായവന്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചെറുപ്രായം തൊട്ടേ ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തില് നടക്കുവാൻ അവരെ പഠിപ്പിച്ചെടുക്കണം, അവരെ സഹായിക്കണം. സ്തോത്രം. അവരോട് ഉപദേശിക്കണം. ഹല്ലേലൂയ. ആ ടീനേജ് പ്രായത്തിലൊക്കെ ഒരു 15 തൊട്ട് 18 വയസ്സ് വരെയും പിള്ളേര് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ളത്. ആ സമയങ്ങളിലൊക്കെ പിള്ളേരെ പിടിച്ചിരുത്തി ഹല്ലേലൂയ അവരെ കുറെ ഉപദേശിച്ചതും കൊണ്ട്
കാര്യമായില്ല. പക്ഷെ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, അവരെ പാട്ടുപാടാൻ പഠിപ്പിക്കണം, അവരെ ആരാധിക്കാൻ പഠിപ്പിക്കണം, അവരെ ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ അവരെ പഠിപ്പിക്കണം. ലോകം അവരെ കട്ടെടുത്തോണ്ട് പോകുന്നതിന് മുമ്പ് സ്തോത്രം, നമ്മൾ അവരെ ക്രിസ്തുവിന്റെ ആ രാജ്യത്തിനകത്ത് അവരെ ആക്കി വെക്കണം. വചനമായ വിത്ത് അവരുടെ അകത്ത് ഇട്ടുകൊടുത്ത് അത് ഉറപ്പായിട്ടും അത് കിളുത്ത് ഹല്ലേലൂയ അത് നല്ല ഫലം കായ്ക്കുക തന്നെ ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങൾക്കകത്തൊക്കെ ഇന്ന് പലവരും പല ഇടങ്ങളിലും ജീവിതത്തിനകത്തൊക്കെ നല്ല ഫലം കാണാതെയോ അല്ലെങ്കിൽ പലവരുടെയും ജീവിതത്തിനകത്ത് നല്ല നന്മ കാണാതെ ഒക്കെ ഇരിക്കുന്നവരുണ്ട്. ഇന്ന് ഭാരപ്പെടാൻ ഒന്നുമില്ല. സ്തോത്രം. ഹൃദയം കർത്താവിന് കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന് അവിടെ ഹല്ലേലൂയ നല്ല ഫലം കായ്ക്കാൻ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. ഇന്നൊന്ന് വിട്ടുകൊടുത്താൽ മതി. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിനകത്ത് ആരെങ്കിലുമൊക്കെ കർത്താവിനെ അറിയാതിരിപ്പുണ്ട്, അല്ലെങ്കിൽ അവരെ നല്ല ഫലം കായ്ക്കുന്നില്ല, അവരെയൊക്കെ യേശുവിന് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. ഹല്ലേലൂയ. വചനമായ വിത്ത് അവരുടെ മേൽ ഇട്ടുകൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. വചനമായ വിത്ത് ഉറപ്പായിട്ടും ഫലം കായ്ക്കും. സ്തോത്രം. ദൈവം നമ്മളുടെ പ്രവൃത്തികളെ കണ്ടിട്ടല്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ അതിൽ നിന്ന് വരുന്ന സകല കാര്യങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭാഷകളെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പലതും പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവ് ഹൃദയങ്ങൾക്കകത്ത് നമ്മളെ നോക്കി നമ്മളെ അറിഞ്ഞ്, നമ്മുടെ ചിന്തകളെ അറിഞ്ഞ് ഹല്ലേലൂയ നമ്മളെ വഴി നടത്തുന്ന കൈവിടാത്ത ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, അയ്യോ എൻ്റെ ഹൃദയത്തിലെ ചിന്ത ഇങ്ങനെയായിരുന്നു, ഇനിയും കർത്താവ് എന്ത് ചെയ്യും? നോ, കർത്താവ് നമ്മളെ കൈവിടാത്ത ഒരു ദൈവമാണ്. നമ്മൾ എത്ര കൊള്ളത്തില്ലെങ്കിലും സ്തോത്രം, നമ്മളെ വീണ്ടും ഹല്ലേലൂയ കർത്താവിന്റെ സ്നേഹത്തോട് ചേർത്ത് വെച്ച് നമ്മളെ നല്ലതാക്കി എടുക്കുന്ന, നമ്മൾ കർത്താവിന്റെ വചനം മൊത്തം പഠിച്ചാലും അങ്ങനെയാ അല്ലെ? ഏറ്റവും നീചരായവരെ, ഏറ്റവും കൊള്ളാത്തവരെ തേടിപ്പോയതാ എൻ്റെ യേശു. ഹല്ലേലൂയ. സ്തോത്രം. ആരും തള്ളിക്കളയാൻ നമുക്ക് അവകാശമില്ല. ആരും അയ്യോ ഞാൻ കൊള്ളാത്തത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കാൻ ആരും അങ്ങനെ ഇരിക്കേണ്ടേയും ആവശ്യമില്ല. ഇന്ന് ദൈവവചനം എൻകറേജ് ചെയ്യുന്നതും ദൈവരാജ്യം നമ്മളെ എൻകറേജ് ചെയ്യുന്നതുമാ. എല്ലാവർക്കും കർത്താവ് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. സഹായിക്കട്ടെ. ഇന്ന് പ്രത്യേകമായി ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരൊക്കെ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്തുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. അവരെ ഓർത്ത് അവർക്ക് വേണ്ടി ദൈവവചനം റിലീസാക്കി അവരുടെ കാതുകൾ ദൈവവചനം കേൾക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. അവർക്ക് ദൈവവചനം ഇട്ടുകൊടുത്താൽ മതി അവരുടെ കാതുകളിൽ. സ്തോത്രം. അവരേതെങ്കിലും ഒരു നാള് ഉറപ്പായിട്ടും സഖിയോസ് കർത്താവിനെ ആഗ്രഹിച്ച് ആ അത്തിമരത്തിന്റെ മേളിൽ കയറി കാത്തിരുന്നത് പോലെ ഉറപ്പായിട്ടും ഈ വ്യക്തികളും കർത്താവിനെ കാത്തിരിക്കും. സ്തോത്രം. അവരുടെ അകത്ത് ബോധ്യം ഉണ്ടാകും. ഹല്ലേലൂയ. അവര് ദൈവമായിട്ടൊരു നീതി പുലർത്തുമ്പോഴാണ് അവർക്ക് നന്മയ്ക്കകത്തേക്ക് വരാൻ സാധിക്കുന്നത്, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനകത്തേക്ക് വരാൻ സാധിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നല്ലൊരു കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. നല്ലൊരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. മോഹപക്ഷമില്ലാതെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവത്തിനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ യേശുവിൻ നാമത്തിൽ.